കൂടിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിവിടെ കുലശേഖരൻ്റെ ഒരു കാലം, ചേര സാമ്രാജ്യത്തിൻ്റെ ഒരു കാലം വെച്ചുകൊണ്ടാണ് ഫെസ്റ്റിവൽ 1200 വർഷം എന്നുള്ള ഒരു കണക്ക് 8-ാം നൂറ്റാണ്ടിൽ ആയിരിക്കാം, അല്ലെങ്കിൽ 8 മുതൽ ഉള്ള ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ ഒരു 11-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ട് ആദ്യം വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലെ ചേര സാമ്രാജ്യത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ ഫെസ്റ്റിവലിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. കൂടിയാട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നാലും ഏറെക്കുറെ അതിനോടടുത്ത് നിൽക്കുന്ന ഒരു ചരിത്രം അവകാശപ്പെടാവുന്ന കലാരൂപമാണ് കൂടിയാട്ടം. പൊതുവെ നമ്മൾ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ എഴുതുന്ന ഒന്നാണ് 2000 വർഷത്തിലധികം പഴക്കം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ 2000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു നാട്യ കലാരൂപമാണ് കൂടിയാട്ടം എന്നാണ് പൊതുവെ നമ്മൾ ധാരാളം ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കൂടിയാട്ടം പഠിക്കുന്ന കാലത്ത് അന്നത്തെ സെമിനാറിൽ പോയിരുന്നാലും കേൾക്കുന്നത് 2000 വർഷത്തിൽ പഴക്കം ഉള്ളതാണ് കൂടിയാട്ടം എന്നാണ്. അമ്മാമന്തപുരാൻ്റെ കൂത്തും കൂടിയാട്ടം എന്നുള്ള ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് 2000 വർഷത്തെ പഴക്കം അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ വളരെ അടുത്തിറങ്ങുന്ന ലേഖനങ്ങളിലും ആ 2000 വർഷമാണ്. അത് എവിടെയോ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് കൂടിയിട്ടില്ല. 2050-ലേക്കോ 2100-ലേക്കോ ഒന്നും കിടന്നിട്ടില്ല. 2000-ൽ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്താണ് ഇങ്ങനെ കൂടിയാട്ടത്തെ 2000 വർഷവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, കൃത്യമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടിയാട്ടത്തെ 2000 വർഷം പഴക്കമുള്ള കലാരൂപമെന്ന് അടയാളപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം വ്യക്തിപരമായിട്ട് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നാട്യശാസ്ത്രം, ഭാരതീയമായ അഭിനയ പദ്ധതിയുടെ വേദഗ്രന്ഥം എന്നുള്ള രീതിയിൽ പൊതുവെ ഭാരതീയർ കണക്കാക്കുന്ന നാട്യശാസ്ത്രം, ഭരതനാൽ രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന നാട്യശാസ്ത്രം, ഞാൻ പ്രത്യേകം പറയുന്നതിന് ഭരതൻ ഒരാളല്ല എന്നും നിരവധി തലമുറയിലുള്ള ഭരതന്മാർ, നടന്മാർ വീണ്ടും വീണ്ടും പുതുക്കിയിട്ടുള്ളതാണ് നാട്യശാസ്ത്രം എന്നുള്ള പഠനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാട്യശാസ്ത്രത്തിൻ്റെ ഒരു കാലഘട്ടം പണ്ഡിതന്മാർ BC 4-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെ അതിൻ്റെ പഴക്കം കണക്കാക്കുന്നുണ്ട്. ചിലരത് BC 4-ാം നൂറ്റാണ്ടിലേക്ക്, പിന്നീട് BC 2, BC 1-ാം നൂറ്റാണ്ട്, AD 2-ാം നൂറ്റാണ്ട്, ഇങ്ങനെ പല പണ്ഡിതന്മാരും അതിലെ ടെക്സ്റ്റിലെ സാഹിത്യത്തിനെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പഴക്കം കണക്കാക്കിയിട്ടുള്ളത്. അതിലുപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ, ഇപ്പോൾ അപാണനീയമായിട്ടുള്ള പല പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൃഹീത്വ എന്നാണ് പാണിനിക്ക് ശേഷം സംസ്കൃതത്തിൽ സ്വീകരിച്ചിട്ട് എന്നുള്ളതിന് ഗൃഹീത്വ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ നാട്യശാസ്ത്രത്തിൽ പലയിടത്തും ഗൃഹ്യ എന്നുള്ള വാക്കാണ്. ഇത് പാണിനി അംഗീകരിച്ചിട്ടുള്ള ഒന്നല്ല. അപ്പം ഇങ്ങനെ ഇതിലെ ഭാഷയുടെ പഴക്കമൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു കാലപ്പഴക്കം പൊതുവെ ചരിത്രകാരന്മാർ, അത് വൈദേശികരും ഭാരതീയരുമായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പം സാമാന്യേന പക്ഷേ നാട്യശാസ്ത്രത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് BC 2-ാം നൂറ്റാണ്ടാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ BC 2-ാം നൂറ്റാണ്ടിലെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ശാസ്ത്രീയമായ അഭിനയ പദ്ധതിയുമായിട്ട് കുറച്ചെങ്കിലും അടുത്തു നിൽക്കുന്ന, നമുക്ക് ഇപ്പോൾ ഭാരതത്തിൽ ലഭ്യമായിട്ടുള്ള കലാരൂപങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂടിയാട്ടം മാത്രമാണ് കുറച്ചെങ്കിലും, ഞാൻ പ്രത്യേകം പറയാൻ കാരണം
കൃത്യമായിട്ട് നമ്മൾ നാട്യശാസ്ത്രത്തെ പഠിക്കുകയും കൂടിയാട്ടത്തെ പഠിക്കുകയും ചെയ്യുമ്പോൾ പല ഇടങ്ങളിലും നാട്യശാസ്ത്രവുമായിട്ട് കലഹിക്കുന്ന അവതരണ രീതികൾ നമുക്ക് കൂടിയാട്ടത്തിൽ കണ്ടെടുക്കാൻ സാധിക്കും. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ രസകേന്ദ്രിതം നാട്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് രസകേന്ദ്രിതമായ അഭിനയം. രസത്തിലേക്കാണ് പെർഫോമൻസിൻ്റെ ഒരു രംഗാവതരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രസമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നാട്യശാസ്ത്രം നിൽക്കുന്നത്. അങ്ങനെയുള്ള രസപദ്ധതിയുമായിട്ട് അതുപോലെ ശൈലീകൃതമായ അഭിനയ പദ്ധതി ഇങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടിയാട്ടത്തെ നാട്യശാസ്ത്രത്തോട് ചേർത്ത് വയ്ക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നാട്യശാസ്ത്രത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇപ്പം നാട്യശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഓരോ ദേശങ്ങളിലും ഉള്ള ആളുകൾക്ക് ഓരോ തരത്തിലുള്ള ആഹാര്യം, അതായത് മേക്കപ്പ് സ്ഥലത്തിനനുസരിച്ച് മാറണം എന്ന് നാട്യശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. ഓരോ ദിക്കിലുള്ള ആളുകൾക്ക് ഓരോ വേഷങ്ങൾ വേണം. പക്ഷെ കൂടിയാട്ടം കാണുമ്പോൾ നമുക്കറിയാം, ഒരേ വീട്ടിൽ ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ടുള്ള രാവണനും വിഭീഷണനും രണ്ട് തരത്തിലുള്ള വേഷങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാവണൻ കത്തിവേഷത്തിൽ, വിഭീഷണൻ പച്ചവേഷത്തിലുമാണ് വരുന്നത്. അപ്പോൾ നാട്യശാസ്ത്രത്തിൻ്റെ ആ നിയമം കൂടിയാട്ടം പാലിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നാട്യശാസ്ത്രത്തിന് ശേഷം വരുന്ന ദശരൂപകം, ധനഞ്ജയൻ്റെ അല്ലെങ്കിൽ ധനികൻ്റെ ദശരൂപകം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നു, വധവും യുദ്ധവും രംഗത്ത് അവതരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. വധവും യുദ്ധവും രംഗത്ത് അവതരിപ്പിക്കരുത്, സൂചിപ്പിക്കാനേ പാടുള്ളൂ. യുദ്ധം നടന്നു. പ്രസിദ്ധമായിട്ടുള്ള സംസ്കൃത നാടകങ്ങളിൽ പലതിലും നമുക്ക് കാണാം. ഇപ്പോൾ ആശ്ചര്യ ചൂടാമണി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം കാണിക്കുന്നില്ല. പകരം രാമൻ രാവണനെ നിഗ്രഹിച്ചു അല്ലെങ്കിൽ കൊന്നു എന്ന് ജാംബവാൻ വിളിച്ചു പറയുന്നതേ നമ്മൾ നാടകത്തിൽ കാണുന്നുള്ളൂ. വധം ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് കൂടിയാട്ടവും കഥകളിയൊക്കെ വധങ്ങളുടെ ഒരാഘോഷമാണ്. ഇപ്പോൾ കഥകളിയിലായാലും നമുക്കറിയാം, ദുര്യോധനവധവും കീചകവധവും കാലകേയവധവും ഒക്കെ വധങ്ങളുടെ ഒരു പരമ്പരയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഭാസനെ പോലെയുള്ള നാടകകൃത്തുക്കൾ യുദ്ധത്തെ അരങ്ങിൽ കാണിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട്. ഉഭൗ യുദ്ധം ഗുരുത, രണ്ടുപേരും ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്യൂ എന്ന് നാടകകൃത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഭാസൻ നാട്യശാസ്ത്രത്തിൻ്റെ ഈ നിയമങ്ങളെയൊക്കെ പൊളിക്കുന്ന, അല്ലെങ്കിൽ പാണിനിയുടെ നിയമങ്ങളെയൊക്കെ പൊളിച്ചു കളയുന്ന ഒരു റിബലായിട്ട് തന്നെ ആണ് ഭാസനെ പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിബലായിട്ടുള്ളൊരു സ്വഭാവം കൊണ്ടാണ് ഭാസൻ കേരളീയനാണെന്ന് പലപ്പോഴും നമ്മൾ അവകാശപ്പെടുന്നതിൻ്റെ ഒരു കാരണം. ഭാസാസ് പ്രോബ്ലം എന്ന് പറയുന്ന വളരെ ഗൗരവമായിട്ടുള്ള ചർച്ച ഭാസനെ കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നാട്യശാസ്ത്രവുമായിട്ട് പൂർണ്ണമായിട്ടും നാട്യശാസ്ത്രാനുസാരിയായിട്ടുള്ള അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തെ അതുപോലെ പിൻപറ്റുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഈ ശാസ്ത്രീയമായ ഒരു അഭിനയ പദ്ധതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കലാരൂപം നമുക്കിന്ന് ഭാരതത്തിൽ ലഭ്യമായിട്ടുള്ള കലാരൂപങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടിയാട്ടമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അവതരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് സാഹിത്യകൃതികളിൽ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ലൈവായിട്ടിപ്പോൾ അരങ്ങിലില്ല. അതാകെ നിലനിൽക്കുന്നത് കേരളത്തിലെ ഈ കൂടിയാട്ടത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു പഴക്കം വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ പണ്ഡിതന്മാർ കൂടിയാട്ടത്തെ 2000 വർഷം പഴക്കമുള്ളൊരു കലാരൂപം, നാട്യശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം പിൻപറ്റുന്ന
ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ അതിനെ അടയാളപ്പെടുത്തുന്നത്. കൂടിയാട്ടവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശം, ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഈ കലകളുടെ കാര്യത്തിൽ അതിൻ്റെ പഴക്കം കണക്കാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സാഹിത്യകൃതികളെയാണ് ആശ്രയിക്കാറുള്ളത്. കാരണം ഈ പെർഫോമൻസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവതരണം എന്ന് പറയുന്നത് അത് അരങ്ങിലുണ്ടാവുകയും അരങ്ങിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുകയാണ്. നേരെമറിച്ച് നിങ്ങൾക്കൊരു ശില്പം 12-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടായ ശില്പങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും അതിനെ കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. പക്ഷെ പെർഫോമൻസ് അവിടെ അരങ്ങിലുണ്ടാവുകയും അരങ്ങിൽ വെച്ച് തന്നെ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അരങ്ങിനെ വെച്ചുകൊണ്ട് നമുക്ക് ചരിത്രത്തെ, അതിൻ്റെ പഴക്കത്തെ കണക്കാക്കാൻ വളരെ ബുദ്ധിമുട്ട്. ഒരുപക്ഷെ പ്രയോക്താക്കൾക്കാണ് പിന്നെയും ചില സൂചനകളെ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പഴക്കം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പൊതുവെ നമ്മുടെ കലയുടെ ചരിത്രമൊക്കെ എഴുതുന്നത് പലപ്പോഴും ഭാഷാ പണ്ഡിതന്മാരാണ്. ഇപ്പോൾ ഉള്ളൂരിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ വടക്കുംകൂറിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് പലപ്പോഴും കലയുടെ ചരിത്രം എഴുതുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്രയിക്കാവുന്നത് ലഭ്യമായിട്ടുള്ള സാഹിത്യ കൃതികളെ മാത്രമാണ്. അപ്പോൾ ആ തരത്തിൽ ആദ്യത്തെ പരാമർശമായിട്ട് പറയുന്നത് ചിലപ്പതികാരത്തിലെ ഒരു പരാമർശമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മൂഴിക്കുളത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എറണാകുളം, തൃശ്ശൂർ ജില്ല എന്ന് പൊതുവെ നമ്മൾ പറയുക, കൂത്ത് കൂടിയാട്ടം എന്നൊക്കെ പറയുന്നത് തൃശ്ശൂരിൽ വടക്കോട്ടാണ് അതിൻ്റെ എന്താ പറയുക ആസ്ഥാനം എന്ന് പറയുന്നത്. തൃശ്ശൂരും പാലക്കാട് ഇങ്ങനെയാണ് അതൊരു വലിയ സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രം. തെക്കോട്ട് വരുന്നതോടെ അത് കുറഞ്ഞു വരുന്നു എന്നാണ്. പക്ഷേ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിന് തെക്കാണ് വാസ്തവത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ വടക്കെന്നൊരു രേഖകൾ നമുക്ക് അതുപോലെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടുന്നത് ഈ പെരുന്തിരിക്കോവിലെ കുറിച്ച് പറയുന്ന, കഴിഞ്ഞ ദിവസം പൗലോസ് സാർ പറഞ്ഞ പെരുന്തിരിക്കോവിലിൽ വെച്ചായിരുന്നു കൂടിയാട്ടങ്ങളുടെ ആദ്യ അവതരണം നടന്നിരുന്നതെന്ന് പറയുന്ന ഒരു വിശ്വാസം. അതിന് രേഖകളൊന്നുമില്ല, ഒരു വിശ്വാസം മാത്രമാണ്. കുലശേഖരനെ എന്തുകൊണ്ട് ആ കുന്തിപ്പുഴയ്ക്ക് വടക്കോട്ട് അവതരിപ്പിക്കാത്തത് എന്നുള്ളത് കുലശേഖരൻ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ അതിൻ്റെ അവതരണം നടത്തി എന്നുള്ളത് കൊണ്ടാണെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ. അതിനൊരു രേഖ നമുക്ക്, ഒരു സാഹിത്യകൃതിയിൽ നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഈ കൊടുങ്ങല്ലൂര്, പറവൂര് തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായ സാഹിത്യകൃതികളിൽ നിന്ന് അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചിലപ്പതികാരത്തിൽ പറയുന്ന പരാമർശം നിങ്ങൾക്കറിയാം. ചിലപ്പതികാരം എന്ന് പറയുന്നത് ചെന്തമിഴ് കൃതിയാണ്. അത് ഇവിടെ കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണ് ചെങ്കോട്ടുവ പെരുമാളുടെ ആസ്ഥാനം എന്നൊക്കെ നമുക്ക് ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിലെ ബിംബപ്രതിഷ്ഠാപന അധ്യായത്തിൽ പറയുന്ന ഒരു പറവൂർ കൂത്തച്ചാക്കയ്യൻ്റെ അർദ്ധനാരീശ്വര നൃത്തത്തെക്കുറിച്ചുള്ള പരാമർശമാണ് കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിട്ട്, അല്ലെ കൂടിയാട്ടവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു പരാമർശമായിട്ട് പൊതുവെ കലാചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാനത് ഒന്ന് വായിക്കാം. ഇത് ഈ പറഞ്ഞ പോലെ തമിഴ് അത്ര പരിചിതമായ ഒന്നല്ല. സാധാരണ നമ്മളിപ്പോൾ ഉള്ളൊരു തമിഴല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ പ്രാകൃതമായിട്ടുള്ള ഒരു തമിഴാണ്. തിരുനിലൈ ചേവടി ചിലമ്പുവായി പുലമ്പവും പരിതരു ചെങ്കയിർ പടുപറയാർപ്പവും ചെങ്കണായിരം തിരുക്കുറിപ്പരുളവും ചെഞ്ചെൻട്രൈ ചെൻട്രു തിജൈമുഖ മലമ്പവും പാടകം പതയ്യാതെ ചൂടകന്തുളങ്കാതെ മേഖലൈ ഒലിയാതെ മെൻമുലൈ അജയ്യാതെ വാർക്കുഴൈ ആടാതെ മണിക്കുഴൽ അവിഴാതെ മയ്യവളൊരു നാഗവോങ്കിയ
വിമയ്യവനാടിയ കുട്ടിച്ഛേദം. കുട്ടിച്ഛേദം കൂത്തിനെ കുറിച്ചാണ് ഇതിലെ പരാമർശം. ചിലപ്പതികാരത്തിൽ അനവധി കൂത്തുകളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ ഈ പരാമർശം എന്ന് പറയുന്നത് ഈ കൂത്തച്ചാക്കയ്യനാടിയ കുട്ടിച്ഛേദത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. അതായത് അതിൽ ഈ നടൻ, ഈ ചാക്കിയൻ, പറവൂർ കൂത്തച്ചാക്കയ്യൻ ശരീരത്തിൻ്റെ ഒരു ഭാഗം ശിവനായിട്ടും മറുഭാഗം പാർവതിയുമായിട്ട് അഭിനയിച്ചു. അപ്പം അതിൽ ശിവൻ്റെ ഭാഗത്തിൽ എല്ലാം വളരെ ചടുലമായ താണ്ഡവമായ ചലനങ്ങളും, മറുഭാഗത്ത് ആ അരയിൽ അലങ്കരിച്ചിരിക്കുന്ന അരഞ്ഞാണം ഇളകാതെയും മുലകൾ ഉലയാതെയും തലമുടി അഴിയാതെയും ഒക്കെ വളരെ ലാസ്യമായിട്ട്, ഒരു ഭാഗത്ത് ലാസ്യമായിട്ടും മറുഭാഗത്ത് വളരെ ചടുലമായിട്ടും ഉള്ള അഭിനയം കാഴ്ചവെച്ചു എന്നാണ് ആ അഭിനയത്തിനെക്കുറിച്ച്, ഈ പറവൂർ കൂത്തച്ചാക്കയ്യൻ നടത്തിയ അഭിനയത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ചിലപ്പതികാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഈ ടെക്സ്റ്റിൽ ഇങ്ങനെയുള്ള നൃത്തം കഴിഞ്ഞിട്ട് പാത്തരു നാൽവകൈ മറയോർ പറയൂർ കൂത്തച്ചാക്കയ്യൻ ആടലിൽ മികഴ്ന്തവൻ നേത്തി നീങ്ക വിതനില മാഴ്വോൻ വേത്തിയൻ മണ്ഡപമേവിയ പിന്നർ. ഇങ്ങനെ ഈ 4 വേദങ്ങളും അറിയുന്ന, അല്ലെങ്കിൽ 4 വേദങ്ങളെയും പകുത്ത് അറിയുന്ന ബ്രാഹ്മണരുടെ മുമ്പിൽ പറവൂർ കൂത്തച്ചാക്കയ്യൻ നടത്തിയ അർദ്ധനാരീശ്വര നൃത്തത്തിന് ശേഷം രാജാവ് ചെങ്കുട്ടുവ പെരുമാൾ ആ സഭയിലേക്ക് കടന്നു വന്നു എന്നാണ് അതിലെ പരാമർശം. അപ്പോൾ ഈ വാക്കാണ് ശരിക്ക് ഇതിൽ പറവൂർ കൂത്തച്ചാക്കയ്യൻ ആടലിൽ മികഴ്ന്തവൻ, ഈ വാക്ക് വെച്ചുകൊണ്ടാണ് ഇതിനെ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ ഈ ചിലപ്പതികാരത്തിൻ്റെ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു കലാരൂപം എന്നുള്ളത് കൂടിയാട്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ 18 ചാക്യാർ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഇതിൽ 18 ചാക്യാർ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പലതും ഇന്നിപ്പോൾ നാമാവശേഷമായി 4ഓ 5ഓ കുടുംബങ്ങൾ മാത്രമാണിപ്പോൾ നിലവിലുള്ളത്. അതിലെ ഒരു കുടുംബം എന്ന് പറയുന്നത് പറവൂരാണ്. പറവൂർ കുടുംബം, പറവൂർ ഒരു ചാക്യാർ കുടുംബം ഉണ്ടായിരുന്നു. KPS മേനനെ പോലെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നീട് ആ പറവൂർ കുടുംബം അമ്മനൂർ കുടുംബത്തിലേക്ക് ലയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കൊടുങ്ങല്ലൂർ നടക്കുന്ന ഒരു രംഗാവതരണത്തിൽ പറവൂർന്നൊരു നടൻ വന്ന് പ്രകടനം നടത്താൻ തടസ്സമില്ല. ദൂരം നോക്കിയാലും ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും വളരെ അടുത്താണ് പറവൂരും കൊടുങ്ങല്ലൂരും എന്നുള്ളത്, വളരെ അടുത്താണ്. പിന്നീട് നമുക്ക് കുലശേഖരനിലേക്ക് വരുമ്പോഴും അത് കാണാൻ പറ്റും, ഈ പറവൂരും കൊടുങ്ങല്ലൂരും തമ്മിലുള്ളൊരു ബന്ധം. പ്രത്യേകിച്ച് അന്ന് ജലമാർഗ്ഗമാണല്ലോ നമ്മുടെ യാത്രകൾ. ഇപ്പോൾ സുഖമായിട്ട് പുഴയിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റും കൊടുങ്ങല്ലൂർക്ക്. അപ്പോൾ ഇങ്ങനെ പറവൂർ എന്ന് പറയുന്ന ഒരു ചാക്യാർ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്നും, അതുപോലെ കൂത്തച്ചാക്കയ്യൻ എന്നുള്ള വാക്ക്, ചാക്കയ്യൻ എന്നുള്ള തമിഴ് വാക്കിന് നർത്തകൻ എന്നാണ് ശരിക്കും അർത്ഥം. അപ്പോൾ കൂത്ത് എന്നുള്ളതിന് നൃത്തം, കൂർദ് എന്നുള്ള ധാതു എന്നാണ് കൂത്ത് വരുന്നത് ശരിക്കും. അപ്പോൾ നൃത്തം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കൂത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നൃത്തം ചെയ്യുന്ന നർത്തകൻ കൂത്തച്ചാക്കയ്യൻ, പറവൂർ കൂത്തച്ചാക്കയ്യൻ എന്നുള്ള ആ വാക്കിനെ വെച്ചുകൊണ്ടാണ് ഇത് കൂടിയാട്ടമായിരുന്നിരിക്കാം. അതിപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കൂടിയാട്ടത്തിൻ്റെ ഒരു ഘടനയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ വളരെ സാമർഥ്യമുള്ള, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകടനത്തിനെ കുറിച്ചാണ് അതിലെ വർണ്ണന. അപ്പോൾ ഇവിടെ കൂടിയാട്ടമായിട്ട് ചിലപ്പതികാരത്തെ ബന്ധിപ്പിക്കുന്നത് ഈ
ഒരു പരാമർശമാണ്. ഇതിൽ നമ്മൾ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള കൂടിയാട്ടത്തിൻ്റെ രേഖകളിൽ, അതായത് അതിൻ്റെ അഭിനയ സംബന്ധിയായിട്ട് കൂടിയാട്ട കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആട്ടപ്രകാരങ്ങളോ ക്രമദീപികകളോ ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു രംഗാവതരണത്തിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും നമുക്ക് ലഭ്യമല്ല. എന്ന് വെച്ചാൽ അത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഏതായാലും ലഭ്യമല്ല. അത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നോ എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് ഇല്ല. മാത്രമല്ല അതിൽ പറയുന്ന ഈ വർണ്ണന, ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം താണ്ഡവമായിട്ടും മറുഭാഗം ലാസ്യമായിട്ടും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഫിസിക്കലായിട്ടുള്ള ഒന്നാണ്. ശാരീരികമായിട്ട് ശരീരത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അഭിനയമാണ് ഇതിലെ വർണ്ണന വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. നമുക്ക് ഇന്ന് പരിചിതമായ ഒരു കൂടിയാട്ടം, അതായത് ഒരു 4-5 നൂറ്റാണ്ട് മുമ്പെങ്കിലും ഉള്ള കൂടിയാട്ടങ്ങളെ നോക്കുമ്പോൾ അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസകേന്ദ്രിതമായ, പ്രത്യേകിച്ച് സാത്വികാഭിനയത്തിന്, മനസ്സിൻ്റെ വികാരങ്ങളുടെ പ്രകടനത്തിന് പ്രാധാന്യം നൽകുന്ന, ഒരുപക്ഷെ ചലനങ്ങളെ പരമാവധി നിയന്ത്രിക്കുന്ന മറ്റു കലാരൂപങ്ങളെ പോലെ, ഇപ്പോൾ കഥകളിയോ ഒക്കെ അല്ലെങ്കിൽ ഓട്ടംതുള്ളലോ മറ്റ് നൃത്തരൂപങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടിയാട്ടത്തിലെ ചലനം വളരെ കുറവാണ്. പരമാവധി ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് മാനസിക വ്യാപാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രംഗാവതരമാണ് നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായൊരു കൂടിയാട്ടം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത് ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചിലപ്പതികാരത്തിൽ പറയുന്ന പരാമർശം നമ്മൾ ഇന്നത്തെ കൂടിയാട്ടത്തിൻ്റെ ഒരു മുൻ രൂപമാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു സാധ്യത അതിന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതൊരു കവിയുടെ സർഗാത്മകമായൊരു സൃഷ്ടിയാണ്, അല്ലാതെ ഇത് സംഭവിച്ച കഥയല്ലല്ലോ. അപ്പോൾ നേരിട്ടുള്ള ഒരു രംഗാവതരണം കണ്ടിട്ടുള്ള ഒരു കമൻ്ററി ഒന്നുമല്ല അത്. ഒരു കവി തൻ്റെ ഭാവനയിൽ ഒരു രംഗാവതരണത്തെ അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ നടൻ പാർവതിയായിട്ടും ശിവനായിട്ടും മാറി മാറി പകർന്നാടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് വേണമെങ്കിൽ. അത് നമ്മൾ ഇന്ന് ലഭ്യമായിട്ടുള്ള കൂടിയാട്ടത്തിൻ്റെ അവതരണങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈ പകർന്നാട്ടം, അതായത് ഒരു നടൻ തന്നെ വേഷം മാറാതെ കണ്ട് 2 കഥാപാത്രങ്ങളായിട്ട് മാറി അഭിനയിക്കുക. പകർന്നാട്ടം എന്നുള്ളൊരു വാക്ക് വളരെ പുതിയൊരു വാക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വളരെ പഴയ ഒരു നാട്യശാസ്ത്രത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് തോന്നും പകർന്നാട്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ. 1934 ആദ്യമായിട്ട് ഒരു കഥകളി കലാകാരനാണ് പകർന്നാട്ടം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചേക്കണത്. അതിനു മുമ്പ് ഒരു വാക്കില്ല. അപ്പോൾ കൂടിയാട്ടത്തിലൊന്നും ഒരിടത്തും പകർന്നാടു എന്നൊരു വാക്കില്ല. നായികാഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാവണൻ്റെ ഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാവണനായിട്ട് ആടൂ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ. അതായത് പകർന്നാട്ടം എന്ന് പറയുന്നൊരു വാക്കില്ല. പിന്നീട് KG പൗലോസാണ് അതിനെ ഇത്ര ജനകീയമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൽ കൂടിയാണ്. ഇപ്പം എല്ലാവരും പകർന്നാട്ടം എന്ന് പറഞ്ഞാൽ കലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു വാക്കാണ് പകർന്നാട്ടം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പകർന്നാട്ടത്തിൻ്റെ ഒരു സാധ്യത അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു നടൻ പാർവതിയായിട്ടും ശിവനായിട്ടും മാറി മാറി അഭിനയിക്കുകയും ആ അഭിനയം കണ്ട കവിക്ക് ഇത് ഒരേ സമയം സംഭവിച്ചതായിട്ട് അയാൾക്കുള്ള ഒരു എക്സ്പീരിയൻസ്, ഇത് കണ്ടിട്ടുള്ള ഒരു അനുഭവ തലത്തിൽ വേണമെങ്കിൽ കവിക്ക് എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമുക്കറിയാം ഏകലോചനം കഥകളിയിൽ അല്ലേ, ഈ ചന്ദ്രൻ ഉദിക്കണ കണ്ടിട്ട് രാത്രിയാവുന്നു വിചാരിച്ച് ഈ ചക്രവാക പക്ഷി ദുഃഖത്തോടു കൂടി തൻ്റെ ഒരു കണ്ണുകൊണ്ട് ദുഃഖം കൊണ്ട് പതിയെയും അപരേണ മറ്റേ കണ്ണുകൊണ്ട് ചന്ദ്രനെയും മാറി മാറി
നോക്കി അഭിനയിക്കുന്നുണ്ട് കഥകളിയിൽ. പക്ഷെ ഇത് ഒരേ സമയമല്ല, മാറി മാറിയാണ് അഭിനയിക്കുക. പക്ഷെ ഇത് ഒരേ സമയം അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ തോട്ടം ശങ്കരം പോറ്റിയുടെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്, ഏകലോചനം. ഒരേ സമയം കണ്ണിങ്ങനെ രണ്ട് ദിക്കിലേക്ക്. പക്ഷെ അത് വളരെ അരോചകമാണ്. ശരിക്കും ഒരു കോങ്കണ്ണുള്ള ഛായയാണ് നമുക്ക് തോന്നുന്നത്. ഒരു പെർഫോമൻസ് ആസ്വദിക്കാനുള്ളൊരു സൗന്ദര്യം നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. അതൊരു എക്സർസൈസ് എന്നുള്ള രീതിയിൽ കാണിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ ഈ പകർനാട്ടത്തിൻ്റെ ഒരു സാധ്യതയാണ് ഇതിൽ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ പകർനാട്ടത്തിൻ്റെ ഒരു സാധ്യത നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ കൂടിയാട്ടവുമായിട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. കാരണം ദക്ഷിണേന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ പകർനാട്ടം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പഴയ കലാരൂപം എന്നുള്ളത് കൂടിയാട്ടത്തിലാണ്. പിന്നീട് അത് കഥകളിയിലും നൃത്തത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടിയാട്ടത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് അതൊക്കെ വന്നേക്കണത്. അപ്പോൾ ഇവിടെ ബാക്കി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന അവിടുത്തെ ഒരു പ്രാദേശികമായ പഴക്കമവകാശപ്പെടാവുന്ന ഒരു കലാരൂപം തിരുക്കൂത്താണ്. തിരുക്കൂത്തിൽ അങ്ങനെ ഒരു പകർനാട്ടം ഇല്ല, അതാത് ക്യാരക്ടറുകൾ വന്നിട്ട് അഭിനയിക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ പകർനാട്ടത്തിൻ്റെ സാധ്യത നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ പരാമർശത്തെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ നമ്മൾ അത് അംഗീകരിച്ചാൽ തന്നെ ശിലപ്പതികാരത്തിൻ്റെ കാലം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയാണ്. ഇപ്പോൾ പുതിയ പഠനങ്ങളിലൊക്കെ 7-ാം നൂറ്റാണ്ട് 6-7 നൂറ്റാണ്ടിന് പിന്നിലേക്ക് പോകണ്ട എന്നുള്ളതാണ് പഠനങ്ങളുള്ളത്. പക്ഷേ എങ്കിലും 4 വരെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ചിലർ. അപ്പം അങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ ഇനി ഏറ്റവും പിന്നിലേക്ക് ചിലപ്പതികാരത്തെ കൊണ്ടുപോയാൽ പോലും 4-ാം നൂറ്റാണ്ടാണ്. അപ്പോഴും 1600 മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, 2000-ലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ നാട്യശാസ്ത്രത്തിൻ്റെ ഒരു ബന്ധം വെച്ചുകൊണ്ട് ഇതിനെ ആ രീതിയിൽ പരിഗണിക്കുന്നതായിരിക്കും. പൊതുവെ നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു ആവശ്യമുള്ള നമ്പറിലേക്ക് എത്തിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ വന്നാൽ, നമ്മുടെ ജനാധിപത്യത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ശരിക്കും പറയാച്ചാൽ ഭൂരിപക്ഷം നമ്മൾ പറയുന്നുണ്ടെങ്കിലും 50% 60% ആണ് വോട്ട് ചെയ്യുന്നത്, 40% വോട്ട് ചെയ്യാണ്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ജനഹിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ബാക്കി കലാരൂപങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും അടുത്ത് കണക്കാക്കാവുന്ന കൂടിയാട്ടമായതുകൊണ്ട് ഇതിനെ നാട്യശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നതായിരിക്കാം. പിന്നീട് ചിലപ്പതികാരത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പാണ്. കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു രേഖകളും നമുക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് കൂടിയാട്ടവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഒന്ന് ഈ കുലശേഖരൻ്റെ കാലമാണ്. പൗലോസ് സാർ ഇന്നലെ അത് വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ കുലശേഖരൻ്റെ ഒരു കാലം, കുലശേഖരൻ്റെ എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കുലശേഖരൻ, സുഭദ്രാ ധനഞ്ജയത്തിൻ്റെയും തപതീ സംവരണത്തിൻ്റെയും നാടകത്തിൻ്റെ കർത്താവായിട്ടുള്ള കുലശേഖരൻ. ഈ കുലശേഖരൻ്റെ കാലം 9, 10, 11 നൂറ്റാണ്ടുകളായിട്ട്, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല ചരിത്രകാരന്മാരുടെ ഇടയിൽ. ഏതായാലും 10-ാം നൂറ്റാണ്ടും 11-ാം നൂറ്റാണ്ടുമാണ് പൊതുവെ അംഗീകരിച്ചുള്ളത്. 9-ാം നൂറ്റാണ്ടിലേക്കും പ്ലേസ് ചെയ്യുന്നുണ്ട് കുലശേഖരനെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സുഭദ്രാധനജയവും തപതീ സംവരണവും. 2 സംസ്കൃത നാടകങ്ങളാണ്, ഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള 2 നാടകങ്ങളാണ്. അത് സാഹിത്യപരമായിട്ട് അത്ര മികച്ച നാടകങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അതിനെ പരിഹസിച്ചുകൊണ്ട് ഉള്ള ചില പരാമർശങ്ങളും, ഇപ്പോൾ തോലനെ കുറിച്ച് പറയുമ്പോൾ കുലശേഖരൻ നാടകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ കാളിദാസൻ്റെ പ്രേതം എന്നെ പിടിക്കാൻ വരുന്നു എന്നൊക്കെ തോലൻ വിളിച്ചു പറഞ്ഞു എന്നുള്ള കഥയൊക്കെ ഉണ്ട്. കാളിദാസനെ അതുപോലെ കോപ്പി ചെയ്തിട്ട് എഴുതിയ നാടകം. അപ്പോൾ അതുകൊണ്ട് സാഹിത്യപരമായിട്ട് അത് ഉദാത്തമായിട്ടുള്ള കൃതിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൂടിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള കൂടിയാട്ടം എന്ന് പറയുന്നത് കുലശേഖരൻ്റെ കൂടിയാട്ടങ്ങളാണ്. അതിന് കാരണം വിദൂഷകനാണെന്നുള്ള വേറൊരു കാര്യം. അപ്പം എന്തായാലും
ഈ കുലശേഖരൻ്റെ 2 നാടകങ്ങൾക്ക് അദ്ദേഹം പിന്നീട് 2 സബ് ടെക്സ്റ്റുകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതുവരെ നാട്യശാസ്ത്രമനുസരിച്ച് അവതരിപ്പിച്ചിരുന്ന സംസ്കൃത നാടക അവതരണ രീതിയിൽ നിന്ന് ഭിന്നമായിട്ട് തൻ്റെ നാടകത്തിനെ വേറൊരു രീതിയിൽ രംഗത്തേക്ക് അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം അങ്ങനൊരു ആശയം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, വളരെ ഡയറക്റ്റായിട്ട് അഭിനയിച്ചാൽ പോരാ, അതിൻ്റെ സൂക്ഷ്മ അഭിനയം, വ്യംഗ്യമായിട്ടുള്ള ധ്വനി, ആനന്ദവർദ്ധൻ്റെ ധ്വനിയെ പിന്നീട് പെർഫോമൻസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതൊരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വായിക്കുമ്പോൾ പലപ്പോഴും അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ സാഹിത്യ കേന്ദ്രിതമായിട്ട് തന്നെയാണ് കുലശേഖരൻ്റെ ഈ കോൺസെപ്റ്റ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇത്. ഒരു പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള സദസ്സിൽ 2 തരത്തിലുള്ള ആളുകളുണ്ടാവും. ഓഡിയൻസ് 2 തരത്തിലാണ്. ഒന്ന് പ്രേക്ഷകരും മറ്റൊന്ന് നാനാലോകവും. അപ്പം അതിൽ ഈ നാനാലോകമാണ് നിങ്ങൾ ഈ പറയുന്ന ചതുർവിധാഭിനയം കൊണ്ട് സന്തോഷിക്കുന്നത്. ആംഗികവും വാചികവും സാത്വികവും ആഹാര്യവും ഒക്കെ ഈ സാധാരണ ലേമാനായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ അത്ര പാണ്ഡിത്യമില്ലാത്ത സാധാരണ ഒരു പെർഫോമൻസ് ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചതുർവിധാഭിനയം. പക്ഷെ പ്രേക്ഷകൻ, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവതരണം കൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറം വളരെ സൂക്ഷ്മമായ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ മീനിങ്സ് പുറത്തേക്ക് കൊണ്ടുവരിക. അത് അദ്ദേഹം പറയണത്, നിങ്ങളത് വളരെ പ്രകടനാത്മകമായിട്ടൊന്നും അവതരിപ്പിക്കണ്ട, ഒരു ഹിൻഡ് കൊടുത്താൽ മതി, അത് കണ്ണുകൊണ്ട് സൂചിപ്പിച്ചാൽ മതി. കണ്ണുകൊണ്ടൊരു സൂചന കൊടുത്താൽ പ്രേക്ഷകനത് മനസ്സിലാവും. എനിക്ക് ഈ കുലശേഖരൻ്റെ ഈ ഒരു നിർദ്ദേശം വായിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടത് അനുഭവം തോന്നിയത് ശ്രീ കോട്ടയ്ക്കൽ ശിവരാമൻ അദ്ദേഹത്തിൻ്റെ ഒരു വേഷം കണ്ടപ്പോൾ, ലവണാസുരത്തിലെ സീതയാണ്. ഈ ലവണാസുരത്തിലെ സീത അദ്ദേഹം അഭിനയിക്കുമ്പോൾ അറിയാലോ, ലവനും കുശനും കാട്ടിലേക്ക് കുട്ടികളുടെ കൂടെ പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ, നിങ്ങൾ പോകണ്ട, നിങ്ങളെ കൊണ്ട് കാട്ടിൽ കഴിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതല്ല, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, എന്നൊന്ന് കാണട്ടെ നിങ്ങളുടെ കഴിവെന്ന് പറയുമ്പോൾ, ഈ ലവൻ, ഇത് കഥകളിൽ സാധാരണ കാണിക്കുന്ന ഒരു ആർട്ടാണ്, ഈ വില്ല് കൊലയ്ക്കുന്നൊരു ഭാഗം അഭിനയിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ കോട്ടയ്ക്കൽ ശിവരാമൻ വെറുതെ ഇങ്ങനൊരു മുദ്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ശ്രദ്ധിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ചോളം സീതാസ്വയംവരം മുഴുവൻ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അന്ന് തന്നെ വിവാഹം ചെയ്തപ്പോൾ ശ്രീരാമൻ എങ്ങനെയാണോ വില്ലു കൊലച്ചത് അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതൊന്നും അഭിനയിച്ചിട്ടേ ഇല്ല, അവിടെ ഒന്നും അഭിനയിച്ചിട്ടില്ല. ഈ ഒരു മുദ്ര മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നോട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയില്ല, കുലശേഖരൻ്റെ ഒരു ആശയം ഇത്ര ഭംഗിയായിട്ട് രംഗത്ത് കൊണ്ടുവന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും കുലശേഖരൻ്റെ ഈ 2 ടെക്സ്റ്റുകളാണ് ധനഞ്ജയധ്വനി എന്നും സംവരണധ്വനി എന്ന് പറയുന്ന 2 ടെക്സ്റ്റുകൾ. ഇത് പിന്നീട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മായുകയും പിന്നെ ടി ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂർ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഇത് കണ്ടെടുത്ത് ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം 2ഉം കൂടെ ഒരുമിച്ചത് ചേർത്ത് വ്യംഗ്യവ്യാഖ്യ എന്നുള്ള രീതിയിൽ പിന്നീട് അത് പബ്ലിഷ് ചെയ്തു. ശരിക്കും കുലശേഖരൻ കൊടുത്തേക്കുന്ന പേരല്ല വ്യംഗ്യവ്യാഖ്യ എന്നുള്ളത്. അദ്ദേഹം ധനഞ്ജയധ്വനി എന്നും സംവരണധ്വനി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ടി ഗണപതി ശാസ്ത്രികൾ കൊടുത്തിട്ടുള്ള പേരാണ് വ്യംഗ്യവ്യാഖ്യ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കൂടിയാട്ടമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി പറയാനുള്ള കാരണം, അതിൽ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കുലശേഖരൻ്റെ ഒരു ആക്ടിങ് കോൺസെപ്റ്റ് അല്ല കൂടിയാട്ടത്തിൻ്റെ എന്ന് നമുക്കറിയാം. കൂടിയാട്ടത്തിൽ അങ്ങനെ നേത്രാഭിനയം കൂടിയാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇങ്ങനെ സൂചനയിലൂടെ, നേത്രത്തിൻ്റെ സൂചനയിലൂടെ വ്യംഗ്യമായ അർത്ഥത്തെ കൂടിയാട്ടത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഇന്നിപ്പോൾ ഏതായാലും കാണാനില്ല. കണ്ടുകൊണ്ടുള്ള അഭിനയം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശീരിശലഭം പോലെയുള്ള അഭിനയങ്ങൾ നമുക്ക് കാണാം. ഈയാമ്പാറ്റ പറന്നു വന്ന് തീയിൽ വീഴുന്നതൊക്കെ കണ്ണോട് അഭിനയിക്കുന്നത് നമുക്ക് കാണാം. കണ്ണിൻ്റെ അഭിനയം നമ്മൾ വ്യക്തമാണ്. പക്ഷേ ഈ
ഈ സൂക്ഷ്മാഭിനയത്തിന് വേണ്ടി കണ്ണുപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹിഡൻ മീനിങ്സിന് വേണ്ടി കണ്ണുപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ കുലശേഖരൻ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് ഇന്നത്തെ കൂടിയാട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്നത് ത്രിവർഗപ്രോജ്വലിതമായ ദീപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം നടൻ അഭിനയം ആരംഭിക്കാൻ. ത്രിവർഗപ്രോജ്വലിതമായുള്ള 3 തിരിയിട്ട വിളക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് വേണം നടൻ അഭിനയം ആരംഭിക്കാൻ എന്ന് കുലശേഖരൻ പറയുന്നുണ്ട് വ്യംഗ്യവ്യാഖ്യാന. നമ്മുടെ ഏത് കലാരൂപം എടുത്തു നോക്കിക്കഴിഞ്ഞാലും 3 തിരിയിട്ടുള്ള വിളക്ക് എന്ന് പറയുന്നത് കൂടിയാട്ടത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി കഥകളി ആയാലും ബാക്കി ഏത് കലാരൂപമായാലും 2 തിരിയിട്ട വിളക്കാണ്. 3 തിരിയിട്ട വിളക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് അഭിനയം തുടങ്ങുക. കൂടിയാട്ടത്തിൻ്റെ ആട്ടപ്രകാരങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാം, വ്യാവണക്കിൽ അഭിവാദ്യം ചെയ്ത് വിളക്കിനു നേരെ നിന്ന്, ഇങ്ങനെ തന്നെയാണ് വാചകം എഴുതിയിരിക്കുക. വിളക്കിന് നേരെ നിന്ന്, നേരെ നിന്നെന്നുള്ള അർത്ഥം വിളക്കിന് നേരെ നിന്ന്. ഇപ്പം ത്രിവർഗ പ്രോജ്വലിതമായ ദീപം എന്ന് പറയുന്ന കൃത്യമായ കുലശേഖരൻ്റെ നിർദ്ദേശത്തെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത കുലശേഖരൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പൂർവ്വസംബന്ധം വരുത്തണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ നേരെ അഭിനയം തുടങ്ങരുത്. താൻ ആരാണ്, എവിടെയാണ് താൻ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പ്രേക്ഷകരുമായിട്ട് സംവദിക്കണം. അതിനുശേഷമേ നാടകം അഭിനയം ആരംഭിക്കാവൂ എന്ന് കുലശേഖരൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൂർവ്വസംബന്ധം വരുത്തണം. കുടിയാട്ടത്തിൽ നമുക്ക് ആട്ടപ്രകാരങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഒരു കഥാപാത്രം വന്നാൽ ആദ്യം സംഭാഷണമല്ല, അല്ലെങ്കിൽ നാടകത്തിലെ ശ്ലോകങ്ങളോ വാക്യങ്ങളോ അല്ല ചെല്ലുക. മുദ്രയിലൂടെ താൻ ആരാണ്, എന്താണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ശൂർപ്പണഖാംഗം കൂടിയാട്ടത്തിൽ ശ്രീരാമൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രീരാമൻ അഭിനയിക്കുന്നത് ആഹാ ഏറ്റവും സുഖമുണ്ടായി, അതെന്ത്, ഞാൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വനവാസത്തിനായിക്കൊണ്ട് പുറപ്പെട്ട അഗസ്ത്യാശ്രമത്തിങ്കൽ ചെന്ന അഗസ്ത്യ മഹർഷിയെ വന്ദിച്ച് അഗസ്ത്യ മഹർഷിയാൽ ദത്തങ്ങളായിരിക്കുന്ന ആയുധവിശേഷങ്ങൾ മേടിച്ച് വരുന്ന വഴിക്ക് ജടായുവും തമ്മിൽ സഖ്യം ചെയ്ത് ഇവിടെ വരികയല്ലോ ചെയ്തത് എന്ന് അഭിനയിച്ചതിൻ്റെ ശേഷമാണ് നാടകത്തിലെ സംഭാഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ ആരാണെന്നും എവിടെയാണ് ശ്രീരാമൻ ഇരിക്കുന്നതെന്നുള്ള പൂർവ്വസംബന്ധം വരുത്തിയിട്ടാണ് കൂടിയാട്ടത്തിൽ അഭിനയം ആരംഭിക്കുന്നത്. അപ്പോൾ കുലശേഖരൻ്റെ നിർദ്ദേശം വളരെ കൃത്യമായിട്ട് കൂടിയാട്ടം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഈ പൂർവ്വസംബന്ധത്തിൻ്റെ ഒരു വിപുലനമായിരിക്കാം പിന്നീട് നിർവഹണം എന്ന് പറയുന്ന രീതിയിലേക്ക് നാടകത്തെ പൂർവ്വകഥ കുറച്ചും കൂടെ, ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നിൽക്കുന്നുള്ളൂ, അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അഭിനയിക്കുമ്പോഴായിരിക്കാം പിന്നീട് അത് നിർവഹണമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കുലശേഖരൻ്റെ പല നിർദ്ദേശങ്ങളും, അതുപോലെ കുലശേഖരൻ പറയുന്നത് ഭരതനെ സംബന്ധിച്ചിടത്തോളം രസമാണ് പ്രധാനം, രസാഭിനയമാണ് ഭരതനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെങ്കിൽ കുലശേഖരൻ പറയുന്നത് രസമല്ല പ്രധാനം, ഭാവത്തിനാണ് പ്രാധാന്യം. രസത്തിലേക്കുള്ള ഒരു പ്രോസസ്സ്, അതാണ് പോലീസർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രസം അഭിനയിക്കലല്ല, രസത്തിലേക്ക് എത്തുന്ന ഒരു വഴി, അതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. കുടിയാട്ടവും അതാണ് സമീപനം. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കഥകളിയും കൂടിയാട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പം കഥകളി നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നേരിട്ട് ഇൻസ്റ്റൻ്റായിട്ട് രസം തരികയാണ് നമുക്ക്. പക്ഷെ കൂടിയാട്ടം അങ്ങനെയല്ല. എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത്, അതിൻ്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് രസത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുലശേഖരൻ്റെ നിർദ്ദേശവും നമുക്ക് കൂടിയാട്ടത്തിൻ്റെ അഭിനയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പകർന്നാട്ടത്തെക്കുറിച്ച് ചില സൂചനകൾ കുലശേഖരൻ പറയുന്നുണ്ട്. ഇപ്പോൾ വള്ളിയായിട്ടൊക്കെ പകർന്നാടാനായിട്ട് സംവരണത്തിൻ്റെ വ്യംഗ്യവ്യാഖ്യയിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ഈ കുലശേഖരൻ്റെ കാലമായപ്പോഴേക്കും, അതായത് ഒരു 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും നമ്മൾ ഇന്ന് കാണുന്ന കൂടിയാട്ടത്തിൻ്റെ ഒരു പ്രാഗ് രൂപം, പൂർണ്ണമായിട്ട് ഇന്ന് കാണുന്ന കൂടിയാട്ടം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അതിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കേരളത്തിൽ സജീവമായിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും.
പിന്നെ നമ്മൾ അറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ പൊതുവെ കൂത്ത കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക അതൊരു ക്ഷേത്ര കലാരൂപമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. പക്ഷേ കുലശേഖരൻ്റെ ഈ വ്യംഗ്യവ്യാഖ്യയിൽ ഒരിടത്തും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പെർഫോമൻസിനെ പറയുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പൗലോസ് സാറൊക്കെ പലപ്പോഴും പറയാറുണ്ട് 3 ഘട്ടമായിട്ട് കൂടിയാട്ടത്തിൻ്റെ ആ ഒരു വളർച്ചയെ വിലയിരുത്താറുണ്ട്. ഒന്ന് അതിൻ്റെ രൂപീകരണം ഒരു കാലഘട്ടം, പിന്നീട് അനുഷ്ഠാനപരമായിട്ടൊരു കാലഘട്ടം, പിന്നീട് ജനകീയമായിട്ടുള്ള ഒരു കാലഘട്ടം. ഇങ്ങനെ പ്രധാന 3 ഫേസുകൾ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും കുലശേഖരൻ്റെ ഒരു കാലത്തിലൊക്കെ ഇതൊരു രൂപീകരണ ഒരു കാലഘട്ടമാണ്. ഒരു പെർഫോമൻസിന് സംസ്കൃത നാടകങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കേരളത്തിൻ്റേതായ ഒരു രീതിയിൽ നാട്യശാസ്ത്രം എന്ന് പറയുന്നൊരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ളൊരു അഭിനയ സമ്പ്രദായമാണ്. അതിനെ കേരളീയമായ ഒരു അഭിനയ പദ്ധതിയിലൂടെ സംസ്കൃത നാടകത്തെ അഭിനയിക്കുക എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ 9, 10, 11 നൂറ്റാണ്ടുകളിലായിരിക്കാം ഇതങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റേതായ ഒരു അഭിനയ പദ്ധതി, കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള കേരളമല്ല, തമിഴും കൂടെ ചേർന്ന, തമിഴകം ചേർന്നിട്ടുള്ള ഒരു കേരളം ഈ 9, 10, 11 നൂറ്റാണ്ടുകളിൽ നമ്മുടേതായ ഒരു സംസ്കൃത നാടക അവതരണ പദ്ധതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കുലശേഖരനെ വെച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന പരാമർശങ്ങൾ തിരുവല്ല ശാസനത്തിലാണ്. ശാസനങ്ങളുടെ തൃക്കൊടിത്താന ശാസനം, തിരുവല്ല ശാസനം തുടങ്ങിയ ശാസനങ്ങളിലാണ് നമുക്ക് ഇത് പിന്നീടുള്ള പരാമർശം കാണും. ഇപ്പോൾ കുലശേഖരനെ കുറിച്ച് ഒന്നും കൂടെ പറയട്ടെ. നമ്മുടെ ആദ്യകാലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ ലേഖനങ്ങളിൽ പലയിടത്തും കാണാം കുലശേഖരനും തോലനും കൂടെ ചേർന്നാണ് കൂടിയാട്ടത്തെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് എന്ന് നമ്മൾ ധാരാളം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുതിയ പഠനങ്ങളിൽ അതൊക്കെ തള്ളിയിട്ടുണ്ട്. കാരണം കുലശേഖരൻ്റെ കാലത്ത് വിദൂഷകൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. വിദൂഷകൻ ഉണ്ട്, പക്ഷെ മലയാളത്തിൽ സംസാരിക്കുന്നൊരു വിദൂഷകനില്ല. ഒരിടത്തും കുലശേഖരൻ പറയുന്നില്ല ഈ ഭാഷ സംസാരിക്കുന്ന ഒരു വിദൂഷകനെക്കുറിച്ച്. അതുപോലെ തോലൻ എന്ന് പറയുന്നതും ഒരാളല്ല എന്നും ഒരു ട്രഡീഷനാണത്. കാരണം കുടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഭാഷാ ശ്ലോകങ്ങൾ, മലയാള ശ്ലോകങ്ങളൊക്കെ തോലൻ എഴുതിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എടുത്തു നോക്കുമ്പോൾ അറിയാം ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ശ്ലോകങ്ങളും നമ്മളിതിൽ കാണാം. ഇപ്പോൾ പച്ചമലയാള പ്രസ്ഥാനത്തിലുണ്ടായ ശ്ലോകങ്ങളൊക്കെ ഇപ്പോൾ പെർഫോമൻസിൽ കാണാം. നമുക്ക് വളരെ ലേറ്റർ പീരീഡിലുണ്ടായിട്ട് ശ്ലോകങ്ങളും ഉപയോഗിച്ച് കാണാം. ഇപ്പോൾ പാവയ്ക്ക് വർണ്ണിക്കുമ്പോൾ പാടത്തും കര നീലനിറമായി എന്ന് പറയുന്നത് പറയണ്ട. അപ്പോൾ ഇത് നമ്മൾ തോലനുമായിട്ട് ബന്ധിപ്പിച്ച പ്രശ്നമാണ്. അപ്പോൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുലശേഖരനെ പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞു പോയതാണ്. കാരണം പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ കുലശേഖരനാണ് ഇത് പരിഷ്കരിച്ചതെന്ന് നമുക്ക് അങ്ങനെ കൃത്യമായൊരു തെളിവൊന്നുമില്ല. പക്ഷെ ഒരു അഭിനയ സങ്കല്പം കൊണ്ടുവന്നതിൽ കുലശേഖരന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ പകർന്നാട്ടം, അത് സൂക്ഷ്മാഭിനയം, ആ രസത്തിൻ്റെ ഒരു പ്രോസസ്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഇത് ക്ഷേത്രത്തിലേക്ക് കടന്നു. സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളായതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ഷേത്ര കേന്ദ്രിതമായി പ്രത്യേകിച്ച് അധികാരം, ബ്രാഹ്മണ അധികാരം വരികയും എപ്പോഴും പെർഫോമൻസ് എപ്പോഴും അധികാരമായിട്ട് അടുത്ത് നിൽക്കാൻ പറ്റും. പെർഫോമൻസിന് ഒരിക്കലും അധികാരത്തിനോട് കലഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കലഹിക്കും, അതിനുള്ളിൽ നിന്നുകൊണ്ട് കലഹിക്കാൻ പറ്റും. പക്ഷേ പരസ്യമായിട്ട് കലഹം പെർഫോമൻസിൽ ബുദ്ധിമുട്ടാണ്. കാരണം പെർഫോമൻസിന് വേണ്ടത് സ്പേസാണ്. സ്പേസ് എപ്പോഴും അധികാരമായിട്ട് ബന്ധപ്പെട്ടാൽ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കലഹിക്കാൻ പറ്റില്ല. ഉള്ളിൽ അതിൻ്റെ ഒരു രംഗ അവതരണത്തിൽ പല കലഹങ്ങളും സാധിക്കുമെങ്കിലും നേരിട്ടുള്ളൊരു കലഹമല്ല സാധിക്കുക. അപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്ക് രംഗാവതരണങ്ങൾ കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പല കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ അവതരണമായപ്പോൾ അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി തീർന്നു. അങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ അതിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള റിച്വലായിട്ടുള്ള കുറേ ഭാഗങ്ങൾ, അതായത് പെർഫോമൻസിന് മുമ്പ് ക്ഷേത്രത്തിലെ പൂജാരി വന്ന് അരങ്ങ് വന്ന് തളിച്ച് ശുദ്ധമാക്കണം, അല്ലെങ്കിൽ ഗണപതി പൂജ ചെയ്യണം, അതിനുശേഷം രംഗാവതരണം തുടങ്ങണം,
അതുപോലെ രംഗാവതരണത്തിൻ്റെ ഇടയിൽ ആദ്യ ദിവസം അതിന് സ്തുതികൾ, ദേവതാ സ്തുതികൾ ചെയ്ത് നൃത്തം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇത്തരം നാടകവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത അനുഷ്ഠാനാംശങ്ങൾ കടന്നു വന്നത് ക്ഷേത്രത്തിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും. ഒരുപക്ഷെ കുലശേഖരൻ്റെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന നാടകാവതരണത്തിൽ അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നീട് നമ്മളിപ്പോൾ ഈ തിരുവല്ല ശാസനത്തിൽ കാണുന്ന പരാമർശം, അതിൽ കൂത്തു നടത്തിയതായിട്ട് രേഖ, പെർഫോമൻസിനെ കുറിച്ചുള്ള രേഖയല്ല, പക്ഷേ പെർഫോമൻസിന് കൊടുത്ത പ്രതിഫലത്തിനെ കുറിച്ച് എഴുതി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കിഴങ്ങു പറയിൻ പൊന്നിക്ക നായൻ അമച്ചൈ അക്കാരടലയും കൂത്തിനുമായി കൊച്ചുവിത്ത് 70 പറൈ, കൂത്തിന് 70 പറൈ അത്രയും പറ നെല്ല് കൊടുത്തതായിട്ട് ഉള്ളൊരു പരാമർശം തിരുവല്ല ശാസനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, വിരിച്ചിയ ഞായറ്റ് രോഹിണി നാൾ കാളിയംഗം കൂത്താട്ടും അവന് 20 പറൈ, കാളിയംഗം ആടുന്നവന് 25 പറ കൊടുക്കാനായിട്ട് ഉള്ള നിർദ്ദേശം നൽകുന്നു. അതുപോലെ ഇളം കുണ്ട്രു നാട്ടു നങ്ങയ്യാർ കൊണ്ട പൊന്നിന്, അതായത് പഴയ കാലത്ത് പ്രധാനപ്പെട്ട സ്ത്രീവേഷങ്ങൾ അവതരിപ്പിച്ച സ്വർണം കൊണ്ടുള്ള കിരീടമൊക്കെ ആയിരുന്നു. കിരീടത്തിൽ സ്വർണത്തിൻ്റെ നാഗഫണമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വെള്ളിയുടെ, ഇപ്പോഴും അത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് വെള്ളിയും സ്വർണമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും പല നങ്ങ്യാർ കുടുംബങ്ങളിലും ഉണ്ട് വെള്ളിയുടെ നാഗഫണവും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഈ പൊന്നിന് വേണ്ടിയിട്ട് പണം കൊടുത്തതിൻ്റെയൊക്കെ രേഖകൾ, അപ്പോൾ ഈ കാളിയംഗം എന്ന് പറയുന്നത് ഭാസൻ്റെ ബാലചരിതം നാടകത്തിലെ ഒരംഗമാണ്. അപ്പോൾ അതിൻ്റെ അവതരണം നടന്നതായിട്ടുള്ള രേഖ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്ദേശകാവ്യങ്ങളിലും കൂടിയാട്ടത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ധാരാളം സന്ദേശകാവ്യങ്ങൾ, ഇപ്പോൾ കോക സന്ദേശത്തിലും അതുപോലെ ഉണ്ണുനീലി സന്ദേശത്തിലും ഒക്കെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നടക്കുന്നത് തെക്കാണ് കേട്ടോ. നമ്മൾ ഈ വടക്കാണ് കലയുടെ ഈറ്റില്ലെന്നൊക്കെ നമ്മളിപ്പോൾ പറയെങ്കിലും അത് വിളപ്പൊണ്ണയൊക്കെ വന്നതിൻ്റെ ശേഷം ഉണ്ടായ സംഭവമാണ് ശരിക്കും. തിരുവല്ലയും കൊടുങ്ങല്ലൂരും പറവൂരും ഒക്കെ ആയിരുന്നു ശരിക്ക് ഈ ക്ലാസിക്കൽ കലകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നീട് ആണ് ഈ ബ്രാഹ്മണ ഇല്ലങ്ങളൊക്കെ ശക്തമാവുകയും, അപ്പോഴും പക്ഷേ ശരിക്കും പറഞ്ഞാൽ തെക്കൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ തോപ്പിൽ കുടുംബവും ഒക്കെ കഥകളിയുടെ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ അതിനെയൊക്കെ തമസ്കരിക്കുകയും നമ്മുടെ എഴുത്തുകാരൊക്കെ എന്താ പറയുക വടക്കരായതുകൊണ്ട് അവർ വടക്ക് മാത്രമാണ് കഥകളിയുടെ ഈറ്റില്ലം എന്നൊക്കെ പറയുന്നത്, കല്ലുവഴിച്ചിട്ടാണ് പ്രധാനം. കപ്ലിങ്ങാടനൊക്കെ ഇങ്ങനെ മാറിപ്പോയതൊക്കെ അങ്ങനെയാണ് ശരിക്കും. അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തിരുവല്ല ശാസനത്തിലും പിന്നീട് വരുന്ന സന്ദേശകാവ്യങ്ങളിലൊക്കെ കൂടിയാട്ടത്തിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. അതായത് അത് നമ്മളെ ഈ തളി ക്ഷേത്രത്തിൽ, തളി എന്ന് പറയുന്നത് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി ക്ഷേത്രത്തിൽ തപതീ സംവരണം അഭിനയിച്ചതായിട്ടുള്ള ഒരു പരാമർശം അതിലുണ്ട്. ഇങ്ങനെയാണ് അതിൽ എഴുതിയത്: കണ്ടാമല്ലോ തളിയിൽ ഇരുവങ്കൂത്ത് നാമൊன்றൊരിക്കൽ, തൈവം കെട്ടാളൊരു തപതിയാർ നങ്ങിയാർ എന്നെ നോക്കി, അന്യാസങ്കാൽ കിമപി കലുഷാ പ്രാകൃതം കൊണ്ടവാതിൽ, പിന്നെ കണ്ടീൽ അണയ വിവശം വീർത്തു മണ്ടിൻട്ര നിന്നെ. തപതിയുടെ വേഷം കെട്ടിയ നങ്ങ്യാരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ഈ 13-14 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള സന്ദേശകാവ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു വരിയാണിത്. ഇതാണ് പറയുന്നത്. കാരണം നായികയും നായകനും കൂടെ കൂത്ത് കാണാനായിട്ട് തളിയിൽ ക്ഷേത്രത്തിൽ കൂത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂത്തെന്ന് പറയുന്നത് കൂടിയാട്ടം തന്നെയാണ്, തപതീ സംവരണം കൂടിയാട്ടമാണ് കാണുന്നത്. അതായിരിക്കാം പിന്നീട് സിനിമയിൽ എന്താ കൂത്തമ്പലത്തിൽ കൂടിയാട്ടം കണ്ടു എന്നൊക്കെ പറഞ്ഞ സിനിമാ പാട്ടിലേക്കൊക്കെ വന്നത്. എന്തായാലും അവിടെ ഈ തപതിയുടെ വേഷം കെട്ടിയ നങ്ങ്യാർ കണ്ടപ്പോൾ നായകനെ നോക്കി എന്ന് നായികയ്ക്ക് തോന്നുകയും, അന്യാസങ്കാൽ നങ്ങ്യാരുമായിട്ട് നായകൻ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിയിട്ട് നീ കലഹിച്ചു പോയി അവിടെ നിന്ന്
എന്നാണ് കവി അതിൽ പറയണത്. പക്ഷെ ഇത് വളരെ രസകരമായിട്ട് അങ്ങനെ ഒരു സാധ്യത വളരെ വലുതാണ്. കാരണം ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നിങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കരുതെന്നാണ്. ഇത് കഥകളിക്കൊക്കെ ബാധകമാണ് കേട്ടോ. ഇപ്പോൾ ആലിംഗനം എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ആലിംഗനം. കഥകളിലൊക്കെ ആലിംഗനം ചെയ്യാതെ പഴയ കഥകളിലെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇങ്ങനെയാണ് നളരിൻ്റെ വേദി കൂടെ നിൽക്കുക. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഉടുത്തിട്ടൊക്കെ അമച്ചു മതുക്കി കെട്ടിപ്പിടിക്കലും മടിയിലിരിക്കലൊക്കെ ഉണ്ട്. അത് പുതിയ ഒരു കാഴ്ചശീലത്തിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഒരിക്കലും ഈ ഇവിടെ നിൽക്കുന്ന നായകൻ നായികയെ നോക്കുന്നത് ഇങ്ങനെയല്ല നോക്കുക, ഇവിടെയാണ് നോക്കുക, ഈ ആംഗിളിലാണ് നോക്കുക. അതുപോലെ ഇവിടെ നിൽക്കുന്ന ആള് ഈ ആംഗിളിൽ നോക്കും. അപ്പോൾ പ്രേക്ഷകൻ ഇതിങ്ങനെ ഇപ്പുറത്തേക്ക് നോക്കണതായിട്ട് തോന്നും. പക്ഷേ ശരിക്കും നോക്കുന്നത് ഇങ്ങനെയാണ് നോക്കുക, ഈ നായികയുടെ മുമ്പിലായിട്ടാണ് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നായകൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ ശങ്കയുള്ള നായികയ്ക്ക് വേണമെങ്കിൽ സംശയം തോന്നാനുള്ള സാധ്യത അതിലുണ്ട്. അപ്പോൾ വളരെ കൂടിയാട്ടത്തിൻ്റെ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണാം. അതുപോലെ കോക സന്ദേശത്തിൽ തൃപ്രയാർ ചെന്നപ്പോൾ കൂത്ത് കണ്ടതായിട്ട് അതിൽ പറയുന്നുണ്ട്. എൻട്രീവണ്ണം തൊഴുതു 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 കമലാവല്ലഭം വാട്ടിമെല്ലെ ചെൻറേ ശ്രീ മണ്ഡപഭുവി മനോമോഹനം കൂത്ത് കണ്ട്. മണ്ഡപത്തിൽ കൂത്ത് കാണുന്നതായിട്ടാണ് കോക സന്ദേശത്തിലെ പരാമർശം. വാസ്തവത്തിൽ നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ കൂത്തും കൂടിയാട്ടവും നടക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലത്തിൽ, കൂത്തമ്പലം ഇല്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ വലിയമ്പലത്തിലാണ് കൂത്ത് നടത്തുക. പക്ഷെ തൃപ്രയാർ ക്ഷേത്രത്തിൽ മുഖമണ്ഡപത്തിലാണ് കൂത്തുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടുത്തെ അവതരണം, മുഖമണ്ഡപത്തിലാണ് കൂത്ത് നടത്തുന്നത്. അപ്പോൾ മനോമണ്ഡപ ഭൂവി കൂത്ത് കണ്ടേൻ എന്ന് പറയുന്ന പരാമർശം, കോക സന്ദേശത്തിലെ പരാമർശവും നമുക്ക് കൂടിയാട്ടത്തിൻ്റെ രംഗാവതരണവുമായിട്ട് ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 10-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഒരു 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ കൂടിയാട്ടം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള അവതരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇത് ഈ കൂടിയാട്ടത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് നടാങ്കുശം. അജ്ഞാത കർത്തൃകമായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ആരാണ് അതിൻ്റെ ഓദർ എന്ന് നമുക്കറിയില്ല. പയ്യന്നൂർ ഭട്ടതിരിയാണെന്നൊക്കെ ഇങ്ങനെ സൂചന ഉണ്ടെന്നല്ലാതെ കണ്ട് കൃത്യമായിട്ടൊരു തെളിവൊന്നുമില്ല. പക്ഷേ ഈ നടാങ്കുശം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കൂടിയാട്ടത്തിൻ്റെ അവതരണ രീതിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആണ് ആ പേര് അങ്ങനെയാണ്, നടാങ്കുശമാണ്. തോട്ടിയാണ്, നടനെ തോട്ടിയിട്ട് പിടിക്കുകയാണ്. ഈ കൂടിയാട്ടത്തിൽ കാണിക്കുന്ന വിപുലമായിട്ടുള്ള ഈ അവതരണത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഇത് പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതി, 4 തവണ പറയേണ്ട ആവശ്യമില്ല. ഇത് ഒരു തവണ കാണിച്ച ആളുകൾക്ക് മനസ്സിലാവും. പിന്നെയും നിങ്ങൾ ചൊല്ലിക്കാട്ടി ചൊല്ലാണ്ട കാട്ടി പിന്നെ അന്വയിച്ച് ചൊല്ലി ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, കവി പറയാത്തത് നിങ്ങൾ എന്തിനെടുക്കണു? കവി പറയാത്ത കാര്യം കവി നിങ്ങൾക്ക് വേറെ അഭിനയിക്കും, നിങ്ങൾ വേറെ നാടകം എഴുതി അഭിനയിക്കണം. അതായത് കവി ഒരു നാടകം എഴുതിയിട്ട് നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങളുടെ തോന്നിയ പോലെ കാണിക്കുന്നത് ശരിയല്ല. അതുപോലെ കവി പറഞ്ഞതിനെ പലതും നിങ്ങൾ ഒഴിവാക്കുന്നു. പല കഥാപാത്രങ്ങളും നിങ്ങൾ സ്റ്റേജിലേക്കേ കൊണ്ടുവരണില്ല. അപ്പം നിങ്ങൾ തോന്നിയത് കാണിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയണത് ഈ നടൻ എന്ന് പറയുന്നത് ഒരു കുരങ്ങൻ്റെ പോലെയാണ്. കാരണം കുരങ്ങന്മാരാണ് സ്വതവേ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടും, അവിടുന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടും. ഇതുപോലെയാണ് ഈ നടൻ. സ്റ്റേജിൽ വരുന്ന നടൻ നാടകത്തിലൊരു ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചാടി ചാടി കഥയിലേക്ക് പോവുകയാണ്. അപ്പം ഇയാളൊരു മതം പൊട്ടിയ ആനയാണ്, ഇയാളെ ഒന്ന് തളയ്ക്കാതെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതിയ ഗ്രന്ഥമാണ് നടാങ്കുശം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യത്തെ പെർഫോമൻസ് ക്രിറ്റിസിസം, ഒരു രംഗാവതരണത്തിൻ്റെ ഒരു വിമർശന ഗ്രന്ഥം ഒരുപക്ഷെ ലോകത്തിൽ ആദ്യത്തെ നടാങ്കുശായിരിക്കും. ഇത് 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് ആണ് ഇതിൻ്റെ ഒരു കാലമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന കൂടിയാട്ടം നമ്മൾ ഇന്ന് കാണുന്ന കൂടിയാട്ടത്തിൻ്റെ മാതൃക തന്നെയാണ്. പുരുഷാർത്ഥത്തിലേക്ക് അതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ 14-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും കൂടിയാട്ടം നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലെത്തി. അപ്പോൾ 10-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ക്രമത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോഴേക്കും 14-ാം നൂറ്റാണ്ട്. മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക കൂത്തമ്പലങ്ങളും 14-15 നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് കൂത്തമ്പലങ്ങൾ. അപ്പോൾ ഈ കൂത്തമ്പലങ്ങൾ
ഒരു ക്ഷേത്രത്തിൽ കൂത്തമ്പലം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പെർഫോമൻസ് ഉണ്ടാവണം, പെർഫോമൻസ് ശ്രദ്ധിക്കപ്പെടണം, അതിനുശേഷമായിരിക്കും അതിനു വേണ്ടി ഒരു പെർഫോമൻസ് സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നൂറ്റാണ്ട് മുമ്പേ ഇത് ക്ഷേത്രത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം. 10-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 11-12 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഇത് ക്ഷേത്രത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം. 14-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്കും കേരളത്തിൽ കൂത്തമ്പലങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1000 വർഷത്തെ പഴക്കമെങ്കിലും നമുക്ക് കൂടിയാട്ടത്തിനെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ചരിത്രം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മുഴുവൻ ക്ഷേത്രത്തിൽ നടക്കുന്ന അവതരണങ്ങളാണ്. പിന്നീട് ഒരു 2-3 നൂറ്റാണ്ട് അത് പല തരത്തിൽ അതിന് ഗുണമുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൂത്തും കൂടിയാട്ടങ്ങളും അവതരിപ്പിച്ചിരുന്നു. അപ്പം അത് ഒരു തരത്തിൽ കലാപരമായിട്ടുള്ള ഒരു അവതരണം എന്നതിന് പുറമെ അല്ലെങ്കിൽ അതിനപ്പുറം അതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പം ദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് മൂഴിക്കുളത്തുള്ള ആളുകളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയായിരുന്നു ഈ അടുത്ത കാലം വരെ മൂഴിക്കുളത്ത് ക്ഷേത്രത്തിൽ കൂത്തു തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം വൃശ്ചിക സംക്രമ സമയത്ത് തലയെക്കെട്ട്, ആദ്യത്തെ ആ തലയിലെ തുണി കെട്ടുക, വേഷം കെട്ടാനായിട്ട്, അത് കാണാനായിട്ട് ധാരാളം കൂത്തമ്പലം നിറച്ച ആളുകളുണ്ടായിരുന്നു. കാരണം കൂടിയാട്ടത്തിനോടുള്ള ഒരു താല്പര്യമല്ല, അത് തലയെക്കെട്ട് കണ്ട് തൊഴുതാൽ പിന്നെ ആ കൊല്ലം മരിക്കില്ല എന്നൊരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലത്തെ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ തൊഴാൻ ധാരാളം ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് അനുഷ്ഠാനപരമായിട്ട് ഇതിവിടെ ക്ഷേത്രങ്ങളിൽ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രതിഫലമായിട്ട് നൽകിയിരുന്നത് ദേവസ്വത്തിലെ ഭൂമിയായിരുന്നു. കൃഷിഭൂമിയാണ് ദേവസ്വത്തിൽ നിന്ന് ഈ പെർഫോമൻസ് നടത്താനായിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും, പല മേജർ ക്ഷേത്രങ്ങളിലും അവിടുന്ന് കൊടുത്തിരുന്നത് ഭൂമിയായിരുന്നു. പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുകയും പിന്നീട് വളരെ പുരോഗമനപരമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ സമൂഹത്തിൽ വളരെ പുരോഗമനപരമായ ഒരു മാറ്റമാണ് ആദ്യ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഈ ഭൂപരിഷ്കരണ നിയമം എന്നുള്ളത്. വളരെ ചടുലമായ അല്ലെങ്കിൽ വളരെ പുരോഗമനപരമായ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. പക്ഷേ കൂടിയാട്ടത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ദോഷകരമായിട്ട് ബാധിച്ച ഒന്നാണ് ഭൂപരിഷ്കരണ നിയമം. ഇതിൻ്റെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഭൂമി ഒരിക്കലും പെർഫോമേഴ്സിന് കൊടുത്തിട്ടില്ല. നിയമം ഇതാണ്: കൂത്ത് നടത്തുന്ന അത്രയും കാലം ഇതിലെ ആദായം നിങ്ങൾക്ക് എടുക്കാം. എന്ന് കൂത്ത് നിൽക്കുന്നുവോ അന്ന് ഭൂമി തിരിച്ച് ദേവസ്വത്തിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ ഭൂമി കൊടുത്തിട്ടില്ല അർത്ഥം, ആദായം മാത്രമാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നിയമം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പാട്ടം നിയമം അനുസരിച്ച് ആ പാട്ടം എടുത്ത ആൾക്ക് ഭൂമി പോയി. ക്ഷേത്രങ്ങൾ ആ രീതിയിൽ പിന്നീട് സാമ്പത്തികമായിട്ടും, ക്ഷേത്രത്തിൻ്റെയും പ്രധാന വരുമാനം ഈ ഭൂമിയായിരുന്നു, സാമ്പത്തികമായിട്ട് തകർന്നു. അപ്പോൾ അവതരണങ്ങൾ പതുക്കെ ഇല്ലാതെയായി തുടങ്ങി. മാറി വന്ന സർക്കാരുകൾ ഒരു കാലത്ത് ഇതൊരു ഫ്യൂഡൽ കലയാണ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, കൂത്തും കുടിയാട്ടവും കഥകളിയൊക്കെ ആവശ്യമില്ലാത്ത കലകളാണ് എന്നുള്ള ഒരു തോന്നൽ അന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ ക്ലാസിക്കൽ കലകളൊക്കെ അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്കൃത നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ കുട്ടനി മതത്തിൽ സ്ത്രീകൾ മാത്രമുള്ള സംസ്കൃത നാടക സംഘങ്ങളെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പ്രാദേശിക ഭാഷകൾ വരികയും രംഗാവതരണം പ്രാദേശിക ഭാഷകളിലേക്ക് ആയപ്പോൾ സംസ്കൃത അവതരണം പതുക്കെ ഇല്ലാതെയുണ്ടായി. ആകെ നിലനിന്നത് കേരളത്തിൽ മാത്രമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. കാരണം ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഇത് ദേവൻ്റെ പ്രീതിക്കാണെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഇത് തുടർന്നു പോന്നിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂപരിഷ്കരണ നിയമം കൊണ്ട് അത് പതുക്കെ ഇല്ലാതെയുണ്ടായി. അപ്പോൾ രണ്ട് തരത്തിൽ അത് ഗുണവും ദോഷം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പ്രതിഫലം ആദ്യം തന്നെ നൽകിയത് കൊണ്ട്
പ്രേക്ഷകൻ്റെ അഭിരുചി നോക്കാതെ കൊണ്ട് തന്നെ, പ്രേക്ഷകൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ കൊണ്ട് തന്നെ കലാംശത്തെ പരമാവധി സംരക്ഷിക്കാനുള്ള ഒരു സാധ്യത നടന്മാർക്ക് ലഭിച്ചിരുന്നു. കാരണം പ്രതിഫലം നേരത്തെ കിട്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എണ്ണിച്ച് പോവാം. പക്ഷേ പെർഫോമൻസ് റെമ്യൂണറേഷൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നടന് വേണമെങ്കിൽ അവൻ്റെ ഇഷ്ടം പോലെ അവൻ്റെ കലയെ സംരക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടായി എന്നുള്ളതാണ് ഒരു വശം, നല്ലൊരു വശം. അതേസമയത്ത് അത് ദോഷമായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം പ്രതിഫലം നേരത്തെ കിട്ടിയിട്ടുണ്ട്, പ്രേക്ഷകൻ്റെ അഭിരുചി നോക്കണ്ടെന്നുള്ളതുകൊണ്ട് വഴിപാടായിട്ട് വേണമെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ട് വേണമെങ്കിൽ പോവാമെന്നുള്ള രീതി രണ്ടും ഉണ്ടായിട്ട്, ഗുണവും ദോഷവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ട് തന്നെ നമ്മളതിനെ കാണണം. പിന്നീട് നമ്മൾ അറിയുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്ന 1949 കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ആണ് ഒരു ഇല്ലത്ത് വെച്ച് പൈങ്കുളം രാമച്ചാക്യാർ നടത്തിയ കൂത്തിൻ്റെ ഒരു അവതരണമാണ് ആദ്യത്തെ ക്ഷേത്രത്തിൽ പുറത്തുള്ള ഒരു അവതരണം എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഈ സെപ്റ്റംബർ 21, 22 ഇപ്പോൾ 75ാമത്തെ വർഷമാണ് ക്ഷേത്രത്തിന് പുറത്ത് കിടന്നിട്ട്. 75ാമത്തെ വർഷമായിട്ട് അവിടെ വളരെ വിപുലമായിട്ട് അത് 2 ദിവസമായിട്ട് ആഘോഷിക്കുകയുണ്ടായി. പിന്നീട് പക്ഷേ അവിടെ മിഴാവൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് കൂത്തു നടത്തി എന്നാണ് പറയുന്നത്. പിന്നെ 1950കളിലാണ് കോഴിക്കോട് വെച്ചാണ് ആകാശവാണിയുടെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പാകെ പൈങ്കുളം രാമച്ചാക്യാർ സുഭദ്രാസഞ്ജയം കൂടിയാട്ടം നടത്തിയതാണ് പൂർണ്ണമായൊരു കൂടിയാട്ടത്തിൻ്റെ അവതരണം ക്ഷേത്രത്തിന് പുറത്ത് കിടക്കുന്നത്. അപ്പോഴും അതിൻ്റെ കൈകാര്യകർത്തൃത്വം എന്ന് പറയുന്നത് ചാക്യാർ നമ്പ്യാർ എന്ന് പറയുന്ന 2 സമുദായങ്ങൾക്ക് മാത്രമായിരുന്നു. അവർക്ക് മാത്രമേ പരമ്പരാഗതമായിട്ടത് പഠിക്കാനും പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. 1965 കേരള കലാമണ്ഡലത്തിൽ കൂടിയാട്ടത്തിൻ്റെ ഒരു പഠനം, വള്ളത്തോളിൻ്റെ കാലത്ത് കൂടിയാട്ടം ഇല്ല കലാമണ്ഡലത്തിൽ. 65ലാണ് KM പിഷാരടി ചെയർമാനായപ്പോഴാണ് കൂടിയാട്ടം അവിടെ പരിചയപ്പെടുത്തുക, കൂടിയാട്ടത്തിന് ഫാക്കൽറ്റി ആരംഭിക്കുന്നത്. അന്നു മുതലാണ് ഒരു ജനാധിപത്യ പരിസരത്തേക്ക് കൂടിയാട്ടത്തിൻ്റെ കൈകാര്യകർത്തൃത്വം കടന്നു വരുന്നത്. ആർക്ക് വേണമെങ്കിലും കൂടിയാട്ടം പഠിക്കുകയും ചെയ്യാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നീട് സ്ഥാപനങ്ങൾ പലതും ഉണ്ടായി വരുന്നു. തിരുവനന്തപുരത്ത് 81 മാർഗി ഉണ്ടാവുന്നു, 82 ഇരിഞ്ഞാലക്കുട അമ്മന്നൂർ ഗുരുകുലം ഉണ്ടാവുന്നു. അപ്പോൾ അതേവരെ കുടുംബങ്ങളിലുണ്ടായിരുന്ന അഭ്യാസം സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാദേശം ചെയ്യുകയും ഇപ്പോൾ കൂടിയാട്ടം നിലനിൽക്കുന്നത് സ്ഥാപനങ്ങളിലൂടെയാണ്, കുടുംബങ്ങളിലൂടെയല്ല, സ്ഥാപനങ്ങളിലൂടെയാണ് കൂടിയാട്ടം നിലനിൽക്കുന്നത്. 1997 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ കൂടിയാട്ടത്തിൻ്റെ ഒരു വിഭാഗം തുടങ്ങുമ്പോഴാണ് പൊതു അക്കാദമിക രംഗത്തേക്ക് കൂടിയാട്ടം കടന്നു വരുന്നത്. കലാമണ്ഡലത്തിൽ പഠനം ഉണ്ടെങ്കിലും അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു, ഡിപ്ലോമ കോഴ്സായിട്ടായിരുന്നു അവിടെ നടന്നിരുന്നത്. പിന്നീട് അവിടെ ഇപ്പോൾ അത് യൂണിവേഴ്സിറ്റിയായി കൽപ്പി സർവകലാശാലയായിട്ട് മാറി, അവിടെ ഡിഗ്രി കോഴ്സുകളൊക്കെ തുടങ്ങി. പക്ഷേ സംസ്കൃത സർവകലാശാലയാണ് അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. 1960 കേരളത്തിന് പുറത്ത് ആദ്യത്തെ രംഗാവതരണം നടക്കുന്നത്. മാണിമാധവ ചാക്യാരാണ് ഈ മദ്രാസിലും വാരണാസിയിലും കൂടിയാട്ടത്തിൻ്റെ ഒരു അവതരണം കേരളത്തിന് പുറത്ത് നടത്തുന്നത്. അതേ സമയത്ത് തന്നെയാണ് വാരണാസിയിൽ മാണിമാധവ ചാക്യാരുടെ അഭിനയം കണ്ടിട്ട് അന്നത്തെ പോളിഷ് അംബാസഡർ ആയിരുന്ന ക്രിസ്റ്റഫർ ബ്രിസ്കി, ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ നേത്രാഭിനയം കണ്ട് അത്ഭുതപ്പെട്ടിട്ട്, അദ്ദേഹം ഒരു തിയേറ്റർ പേഴ്സണും കൂടിയായിരുന്നു. അദ്ദേഹം 3 മാസം ഇവിടെ കിളിക്കുറിശ്ശിമംഗലത്ത് വന്ന് മാണിമാധവ ചാക്യാരുടെ കൂടെ താമസിച്ച് കൂടിയാട്ടത്തെക്കുറിച്ച് പഠിക്കുകയും നിരവധി ഇൻ്റർനാഷണൽ ജേർണലുകളിൽ കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോഴാണ് ലോകശ്രദ്ധ ശരിക്കും കൂടിയാട്ടത്തിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പിന്നീട് പത്മശ്രീ ഒക്കെ നൽകുകയുണ്ടായി നമ്മുടെ രാജ്യം. 81 പൈങ്കുളം രാമച്ചാക്യാരുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് പോളണ്ടിലും ഫ്രാൻസിലും കൂടിയാട്ടത്തിൻ്റെ അവതരണം വിദേശത്ത് നടക്കുന്നത്. ഇപ്പോൾ കൂടിയാട്ടത്തിൻ്റെ അവതരണം നടത്താത്ത വിദേശ രാജ്യങ്ങൾ വളരെ അപൂർവമായിരിക്കും. അത്രമാത്രം ലോക നാടകവേദി ശ്രദ്ധിച്ചിട്ടുള്ളൊരു കലാരൂപമാണ് കൂടിയാട്ടം എന്നുള്ളത്. 2001 നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുനെസ്കോ അതേവരെ സ്ഥാവരങ്ങളായിട്ടുള്ള വസ്തുക്കളെയാണ് പൈതൃക പട്ടികയിൽ പെടുത്തിയിരുന്നത്. ഇപ്പോൾ താജ്മഹൽ പോലെയുള്ള സ്ഥാവരങ്ങളായിട്ടുള്ള വസ്തുക്കളായിരുന്നു. ഈ അസ്പൃശ്യ പൈതൃകം എന്ന് പറയുന്ന തൊട്ടറിയാൻ പറ്റാത്ത പൈതൃകം എന്നുള്ള രീതിയിൽ കലകളെ പരിഗണിക്കുന്നത് 2001 18 കലാരൂപങ്ങളാണ് ആ കൊല്ലം ഡിക്ലെയർ ചെയ്യേണ്ടായത്. അതിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത കലാരൂപം കൂടിയാട്ടമാണ്. അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അന്ന് കൂടിയാട്ടത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക കലാകാരന്മാരെയും ചേർത്ത് കൂടിയാട്ടത്തിൻ്റെ രംഗാവതരണം നടത്തുകയും അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ
അത് ഷൂട്ട് ചെയ്യുകയും അദ്ദേഹം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫിലിമായിട്ടത് ഒരു ഡോക്യുമെൻ്ററി പോലെ അത് ഡോക്യുമെൻറ്റേഷനായിട്ട് അത് രേഖപ്പെടുത്തി. പിന്നീട് അത് ഫ്രാൻസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം. അപ്പോൾ അവിടെ ഈ 3 മണിക്കൂറൊന്നും അവരത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് മിലാന സാൽവാനി എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു വനിത, അവർ നിരന്തരം കലാമണ്ഡലത്തിലേക്കൂടെ വരികയും എല്ലാ കൊല്ലവും കഥകളി രംഗാവതരണം ഫ്രാൻസിൽ നടത്തുകയും കൂടിയാട്ടത്തിൻ്റെയും കഥകളിൻ്റെയും ഒക്കെ നിരന്തര അവതരണം മണ്ഡപ എന്ന് പറയുന്ന അവരുടെ തിയേറ്ററിൽ നടത്തുന്ന. അപ്പോൾ കേരളീയ കലകളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അപ്പോൾ മിലാന ഈ 3 മണിക്കൂറുള്ള അടൂര് സംവിധാനം ചെയ്തിട്ടുള്ള അതിനെ 15 മിനിറ്റായിട്ട് ചുരുക്കി എഡിറ്റ് ചെയ്തിട്ട് 15 മിനിറ്റാക്കി. ഇതാണ് യുനെസ്കോയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുള്ള ഈ 15 മിനിറ്റ് ദൈർഘ്യമുള്ളതെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുനെസ്കോ കൂടിയാട്ടത്തെ ഡിക്ലെയർ ചെയ്യേണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഭാരതത്തിൽ കേരളത്തിൻ്റെതായ ഒരു കലാരൂപമാണ് പൈതൃക പട്ടികയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നെന്നുള്ളൊരു അഭിമാനവും കേരളീയരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് കൂടിയാട്ടത്തിൻ്റെ ഒരു നാൾവഴികൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ട് ഇത്തരം ക്ലാസിക്കൽ കലാരൂപങ്ങൾ കാണണം എന്നുള്ളത് അത് കേവലം ഒരു മാനസിക ഉല്ലാസം മാത്രമല്ല. ഞാൻ കാലത്ത് വർക്ക്ഷോപ്പിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിപുലനം സാധ്യമാകുന്നത് ഇത്തരം ആസ്വാദനത്തിലും. കാരണം നമ്മുടേതായ ഭാവന കൊണ്ടാണ്. ഒരു റിയലിസ്റ്റിക് പ്ലേ കാണുന്ന പോലെയല്ല നമ്മളൊരു ക്ലാസിക്കൽ കലാരൂപം കാണുന്നത്. നടൻ രംഗത്ത് ഒന്നും ഉണ്ടാക്കുന്നില്ല, ചില സൂചനകളാണ് തരുന്നത്. പ്രേക്ഷകൻ അവൻ്റെ ഭാവന കൊണ്ടാണ് അവിടെ കൈലാസത്തെയും അല്ലെങ്കിൽ പുഴയും ഒക്കെ ഉണ്ടാക്കുന്നത്. നടൻ്റെ ഭാവനയോടൊപ്പം തന്നെ പ്രേക്ഷകൻ്റെയും കൂടെ ഭാവനയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കലാരൂപങ്ങളുടെ ആസ്വാദനം, പ്രത്യേകിച്ച് യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ബാങ്കുകളിൽ ഇടുന്ന ഡെപ്പോസിറ്റ് പോലെയാണ്. പലിശ വളരെ കുറവായിരിക്കും, പക്ഷെ സ്ഥിരമായിരിക്കും, എന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കൂടിയാട്ടവും കഥകളിയും കർണാടക സംഗീതവും ഒക്കെ ആസ്വദിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന അതിൻ്റെ ഗുണം ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാവും. നേരെ മറിച്ച് നൈമിഷികമായിട്ടുള്ള കലാരൂപം ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും. ഒരു അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ രസമാണ്, നമുക്ക് ഒപ്പം തുള്ളാം, കുറച്ച് നേരത്തേക്ക് ഭയങ്കര രസമാണ്. പക്ഷേ അതോടുകൂടി അത് അവസാനിച്ചു. പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അതൊന്നും ഒരു തരത്തിലും നിങ്ങളെ ബാധിക്കില്ല, അതവിടെ തന്നെ കിടക്കും. ശരിക്കും പറഞ്ഞാൽ ബ്ലേഡിൽ പൈസ ഇടുന്ന പോലെയാണ്. പലിശ കൂടുതലാണ്, പക്ഷേ എപ്പോഴാണെങ്കിൽ പൊട്ടാം. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലാസിക്കൽ കലാരൂപങ്ങൾ കാണാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ശ്രമിക്കുക. മുഴുക്കുളം ശാല നടത്തുന്ന ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ബോധപൂർവമുള്ള മറവികളെ അടിച്ചുണർത്തുന്ന ഈ ഫെസ്റ്റിവലിന് എല്ലാവിധ ഭാവുകങ്ങളും